ടെസ്റ്റിംഗ് ബഡ്ഡി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടെസ്റ്റിംഗ്, ടെക്നോളജി എന്നിവയുമായി ബന്ധപ്പെട്ട വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ വാട്ടർഫോൾ മോഡലിനെ കുറിച്ചാണ്. വാട്ടർഫോൾ മോഡൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ SDLCയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. SDLC എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ ആണ്. അതായത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള ഡിഫറെന്റ് ഫേസസ്, ഡിഫറെന്റ് സ്റ്റേജസ്. അതിൽ റിക്വയർമെന്റ് ഗാദറിംഗ്, അനാലിസിസ്, ഡിസൈൻ, കോഡിംഗ്, ടെസ്റ്റിംഗ്, ഡിപ്ലോയ്മെന്റ്, ഡിഫറെന്റ് ഫേസസ് വരും. അപ്പോൾ ആ ഒരു SDLCയിൽ തന്നെ പല IT കമ്പനികളും പല മോഡലുകളാണ് ഇംപ്ലിമെന്റ് ചെയ്യുക. ഓരോ വെർഷൻസ് അവരുടേതായ ആവശ്യങ്ങൾക്കനുസരിച്ച് അവർ പല മാറ്റങ്ങളും വരുത്തും. അപ്പോൾ SDLCയിൽ തന്നെ കുറേ മോഡലുകൾ അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും ട്രഡീഷണൽ ആയ മോഡലാണ് വാട്ടർഫോൾ മോഡൽ. പിന്നെയും കുറേ മോഡലുകൾ ഉണ്ട്. ആ മോഡലുകൾ ഒന്ന് അജൈൽ മോഡലുണ്ട്, ഇറ്ററേറ്റീവ് മോഡലുണ്ട്, V മോഡലുണ്ട്, സ്പൈറൽ മോഡലുണ്ട്, അങ്ങനെ പല പല മോഡലുകളുണ്ട്. നമ്മളിതിലിപ്പോൾ നമ്മൾ ഇന്ന് അത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ടർഫോൾ മോഡലിനെ കുറിച്ചാണ്. വാട്ടർഫോൾ മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പേര് പറയുന്ന പോലെ തന്നെ ഒരു വാട്ടർഫോൾ പോലെയാണ് അതിന്റെ, അതായത് വാട്ടർഫോളിന്റെ പ്രോഗ്രസ് ഡൗൺവേർഡ്സ് ഡയറക്ഷനിൽ പോണ പോലെ തന്നെയാണ് വാട്ടർഫോൾ മോഡലിലും. അതായത് ഒരു വാട്ടർഫോൾ ഒഴുകുന്ന പോലെ തന്നെ ഒരു ഡയറക്ഷനിലാണ് വാട്ടർഫോൾ മോഡൽ വർക്ക് ചെയ്യുക. അതായത് റിക്വയർമെന്റ് ഗാദറിംഗിന്റെ എല്ലാ എയിംസും ടാർഗറ്റും കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അനാലിസിലേക്ക് കടക്കുള്ളൂ. അനാലിസിസ് കഴിഞ്ഞ ഡിസൈൻ കഴിഞ്ഞ കോഡിംഗ് കഴിഞ്ഞ ടെസ്റ്റിംഗ് കഴിഞ്ഞ ഡിപ്ലോയ്മെന്റ്. തിരിച്ചു വേറൊരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ ഒരു മൂവ്മെന്റ്, ഒരു ഫ്ലോ വാട്ടർഫോൾ മോഡലിൽ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ റിക്വയർമെന്റ് ഗാദറിംഗിന്റെ എല്ലാ എയിംസും ടാർഗറ്റും കംപ്ലീറ്റ് ചെയ്തെന്ന് ഉറപ്പുവരുത്തിയിട്ടേ നമ്മൾ അനാലിസിലേക്ക് കടക്കുള്ളൂ. അനാലിസിലെ എല്ലാ എയിംസും കംപ്ലീറ്റ് ചെയ്തെന്ന് ഉറപ്പുവരുത്തിയിട്ടേ നമ്മൾ ഡിസൈൻ ഫേസിലേക്ക് കടക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പറയണത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡലിൽ കൂടുതൽ ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം ഓരോ ഫേസും കഴിഞ്ഞ് നെക്സ്റ്റ് ഫേസിലേക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്തൊന്ന് ചെക്ക് ചെയ്തിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ, തിരിച്ചു വരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ടൈം ഓരോ ഫേസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ വളരെയധികം കോസ്റ്റും കുറേ ടൈം ഷെഡ്യൂളുള്ള പ്രൊജക്റ്റുകളാണ് നമ്മൾ വാട്ടർഫോൾ മോഡലിനായിട്ട് തിരഞ്ഞെടുക്കുക. സാധാരണ വളരെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട പ്രൊജക്റ്റുകൾ നമുക്ക് വാട്ടർഫോൾ മോഡലിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഇതിൽ നമുക്ക് മെയിൻ പോയിന്റ്സ് നമുക്ക് നോക്കാം. അതിൻ്റെ ആദ്യത്തെ പോയിന്റ് പറയുന്നത് ഇറ്റ് ഈസ് എ ട്രഡീഷണൽ മോഡൽ ഇൻ വിച്ച് പ്രോഗ്രസ് ഈസ് സീൻ ആസ് ഫോളോയിങ് ഡൗൺവേർഡ്സ് ലൈക്ക് എ വാട്ടർഫോൾ. ഒരു വാട്ടർഫോൾ പോലെ അതിൻ്റെ ഒരു പ്രോഗ്രസ് ഡൗൺവേർഡ്സ് ഡയറക്ഷനിൽ പോണത് കൊണ്ടാണ് അതിനങ്ങനെ പേര് വരുന്നത്. അത് കഴിഞ്ഞുള്ള പോയിന്റാണ് ഇത് ട്രഡീഷണൽ മോഡലാണ്, ഏറ്റവും ആദ്യം ഡെവലപ്പ് ചെയ്തൊരു മോഡലാണ്. ഇപ്പോൾ വാട്ടർഫോൾ മോഡൽ അധികം ഉപയോഗിക്കുന്നില്ല. നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞത് എന്താണ്? എവറി നെക്സ്റ്റ് ഫേസ് ഈസ് ബിഗൺ ഓൺലി വൺസ് ദ ഗോൾ ഓഫ് പ്രീവിയസ് ഫേസ് ഇസ് കംപ്ലീറ്റഡ്. ഓരോ ഫേസിലെയും എല്ലാ ഗോൾസും കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ നെക്സ്റ്റ് ഫേസിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം തിരിച്ചൊരു മൂവ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് കറണ്ട് ഫേസിലെ എല്ലാ ഗോൾസും കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഉറപ്പുവരുത്തണം. തേർഡ് പോയിന്റ് എന്താണ് നോക്കൂ. പ്രിഫേർഡ് ഇൻ പ്രൊജക്ട് വേർ ക്വാളിറ്റി ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഷെഡ്യൂൾ ആൻഡ് കോസ്റ്റ്. അതായത് നമ്മുടെ ക്വാളിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ള പ്രൊജക്റ്റുകളിൽ എന്തിനേക്കാളും ഷെഡ്യൂളിനേക്കാളും കോസ്റ്റ്, ടൈമും കോസ്റ്റും ബഡ്ജറ്റും കുറേ ഉള്ള സർപ്ലസ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളിലാണ് നമ്മൾ ഈ ഒരു വാട്ടർഫോൾ മോഡൽ ഇംപ്ലിമെന്റ് ചെയ്യുക. എന്നാലും നമുക്കത് കാരണം എന്താണെന്ന് വെച്ചാൽ വാട്ടർഫോൾ മോഡലിനെ ഓരോ സ്റ്റേജ് കഴിഞ്ഞിട്ടും തിരിച്ച് ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫ്ലോ ഇല്ലാത്തതുകൊണ്ട് ഓരോ സ്റ്റേജ് നമ്മൾ വളരെ ഡെപ്തിൽ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് കൂടുതൽ ടൈം എടുക്കും. നെക്സ്റ്റ് പോയിന്റ് നോക്കൂ. സൂട്ടബിൾ ഫോർ പ്രൊജക്ട് വേർ റിക്വയർമെന്റ് വിൽ നോട്ട് ചേഞ്ച്. റിക്വയർമെന്റ് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യാത്ത പ്രൊജക്റ്റുകളാണ് നമ്മൾ വാട്ടർഫോൾ മോഡലിനായിട്ട് തിരഞ്ഞെടുക്കുക. കാരണം ഇടയ്ക്കിടയ്ക്ക് റിക്വയർമെന്റ് കസ്റ്റമർ ചേഞ്ച് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഡിസൈനിലോ ഒന്നും മാറ്റം വരുന്നില്ല. ഓൾറെഡി ഡിസൈൻ കഴിഞ്ഞ് കോഡിങ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമർ ഡിസൈനിൽ ഒരു മാറ്റം പറഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റില്ല. കാരണം ഒരു തിരിച്ചുപോക്കില്ല, ഡയറക്ഷൻ മാറ്റാൻ പറ്റില്ല. അപ്പോൾ അത്തരം പ്രൊജക്റ്റുകൾ നമ്മൾ എടുക്കില്ല. അപ്പോൾ നമ്മൾ റിക്വയർമെന്റ് ചേഞ്ച് ചെയ്യാത്ത പ്രൊജക്റ്റുകളാണ് എടുക്കുക. റിക്വയർമെന്റ് ചേഞ്ച് ചെയ്യാത്ത പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഒരു കാൽക്കുലേറ്ററിന്റെ ഒരു ആപ്ലിക്കേഷൻ റിക്വയർമെന്റ് ഒരു കസ്റ്റമർ ഒരു കാൽക്കുലേറ്റർ വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അതിൽ പിന്നീട് ഒരു മാറ്റം വരാൻ ചാൻസ് ഇല്ല. കാരണം എന്താ? കാൽക്കുലേറ്ററിന്റെ ഒരു വെബ് ആപ്ലിക്കേഷൻ കോൺസ്റ്റന്റ് ആണ്. പണ്ട് മുതൽക്കുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിനുള്ള ഫംഗ്ഷനാലിറ്റി. അതിൽ പുതിയതായിട്ടൊന്നും ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് ഒരു ട്രെൻഡിങ് ആയിട്ട് മാറാനൊന്നും സാധ്യതയില്ല. അതേസമയം ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ ആണെങ്കിൽ അതിന് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് പല പല ഫീച്ചേഴ്സും കുറേ കുറെ പുതിയ വിൻഡോസും കുറെ ഫീച്ചേഴ്സൊക്കെ കൂടുതലായിട്ട് എപ്പോൾ വേണമെങ്കിലും ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരം പ്രൊജക്റ്റുകളൊന്നും നമുക്ക് വാട്ടർഫോൾ മോഡൽ എടുക്കാൻ പറ്റില്ല. വാട്ടർഫോൾ മോഡൽ എടുക്കുക നമ്മൾ റിക്വയർമെന്റ് ചേഞ്ച് ചെയ്യാത്ത കാൽക്കുലേറ്റർ പോലെ, അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റ് ആപ്ലിക്കേഷൻ, സ്കൂൾ അറ്റൻഡൻസ് രജിസ്റ്റർ പോലത്തെ ആപ്ലിക്കേഷൻ. അതായത് പണ്ട് മുതലേ നമുക്കറിയാം സ്കൂൾ അറ്റൻഡൻസ് രജിസ്റ്റർ എന്ന് പറഞ്ഞ വെബ് ആപ്ലിക്കേഷൻ എന്തൊക്കെ ഉണ്ടാവുക?
കുട്ടികളുടെ അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യേണ്ടി വരും, ഫീസ്, മാർക്ക്, ടീച്ചറുടെ ടോപ്പിക്സ് എടുക്കുന്നത്, അവരുടെ സാലറി കാര്യങ്ങൾ അത്രയും മാത്രമേ ഉണ്ടാവുള്ളൂ. അതിലൊരു വലിയ മാറ്റം ഇടയ്ക്കിടയ്ക്ക് വരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അത്തരം പ്രൊജക്റ്റുകളാണ് നമ്മൾ വാട്ടർഫോൾ മോഡലായിട്ട് തിരഞ്ഞെടുക്കുക. അപ്പോൾ വാട്ടർഫോൾ മോഡൽ ഇപ്പോൾ വളരെ റയറായിട്ടാണ് യൂസ് ചെയ്യണത്. എന്നാലും സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ ഇൻ്റർവ്യൂകൾക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. SDLCയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് വാട്ടർഫോൾ മോഡൽ. പണ്ട് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നത് അജൈൽ മോഡലാണ്. അപ്പോൾ ഈ ഒരു നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഈ ഒരു ഫിഗറാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റേജ് റിക്വയർമെൻറ്റ് ഗാദറിങ്, അതായത് റിക്വയർമെൻറ്റ് ഗാദറിങ്ങും ഈ റിക്വയർമെൻറ്റ്സ് അത് കസ്റ്റമറുടെ ആപ്ലിക്കേഷനെ സംബന്ധിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കളക്ട് ചെയ്യണം. പിന്നെ അത് അനാലിസിസ് ചെയ്യണം. അതായത് ഡെവലപ്പേഴ്സും ബിസിനസ് അനലിസ്റ്റും പ്രൊജക്ട് മാനേജർ എല്ലാവരും കൂടി, ക്ലയൻസ് എല്ലാവരും കൂടി അത് അനാലിസിസ് ചെയ്യണം. പിന്നെ അതിന് വേണ്ടിയിട്ടൊരു ഡിസൈൻ ഉണ്ടാക്കണം. ഡിസൈൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ്, കോഡിങ് ചെയ്യണം. അത് ഡെവലപ്പ് ചെയ്യണം നമ്മൾ ആപ്ലിക്കേഷൻ. അത് കഴിഞ്ഞ് അത് ടെസ്റ്റ് ചെയ്യണം. അതായത് QA, ക്വാളിറ്റി അനലിസ്റ്റ്. ആപ്ലിക്കേഷൻ കസ്റ്റമർ പറഞ്ഞ റിക്വയർമെൻറ്റ്സ് പോലെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്യുന്ന സ്റ്റേജാണ് ടെസ്റ്റിംഗ്. അത് കഴിഞ്ഞാൽ ഡിപ്ലോയ്മെൻറ്റ് ചെയ്യുക. ഡിപ്ലോയ്മെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ കസ്റ്റമറുടെ സൈറ്റിലോ കസ്റ്റമറുടെ എൻവയോൺമെൻറ്റിലോ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് ഡിപ്ലോയ്മെൻറ്റ്. ഇതാണ് വാട്ടർഫോൾ മോഡലിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫേസസ്. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവാം. ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക്, ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മെത്തേഡിൽ നമുക്ക് തിരിച്ച് ഒരു വൺ ഡയറക്ഷൻ ആയതുകൊണ്ട്, യൂണിഡയറക്ഷൻ ആയതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും മാറ്റം വരണമെങ്കിൽ പിന്നീട് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നീട് തിരിച്ച് സ്റ്റേജിലേക്ക് പോകാൻ പറ്റില്ല. അപ്പം നമ്മളിപ്പോൾ ഡിസൈനിൽ അങ്ങനെ മാറ്റം ഇടയ്ക്കും വരുത്താമെന്ന് പറഞ്ഞാൽ കോഡിങ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഡിസൈനിൽ മാറ്റം വരുത്താൻ എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ എന്താണ്, കസ്റ്റമർക്ക് കൂടുതലായിട്ട് സാറ്റിസ്ഫൈ കിട്ടാൻ എളുപ്പമല്ല. സാറ്റിസ്ഫാക്ഷൻ കുറവായിരിക്കും. കാരണം എന്താ, കസ്റ്റമർക്ക് ഒരിക്കൽ കസ്റ്റമർ ഒരു റിക്വയർമെൻറ്റ്സ് പറഞ്ഞ് അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കസ്റ്റമർക്ക് അത് ആപ്ലിക്കേഷൻ കണ്ടതിൻ്റെ ഫീഡ്ബാക്ക് പറയാനോ അതിൻ്റെ നെഗറ്റീവ്സോ കസ്റ്റമർക്ക് സജഷൻസ് പറയാനോ ഉള്ള അവസരമില്ല. പിന്നീട് അത് കസ്റ്റമർ ഡിപ്ലോയ്മെൻറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അത് കാണുന്നത്. പിന്നീട് അതിലൊരു മാറ്റം വരുത്താനും സാധിക്കുന്നില്ല. അതുകൊണ്ട് കസ്റ്റമറുടെ ഭാഗത്തു നിന്നുള്ള ഫീഡ്ബാക്കുകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷനിൽ കസ്റ്റമർക്ക് സാറ്റിസ്ഫിക്കേഷൻ കുറവായിരിക്കും. ചേഞ്ചസ് നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ല. അതായത് റിക്വയർമെൻറ്റ് ചേഞ്ചസ് നമ്മൾ പ്രോത്സാഹിപ്പിക്കാത്തതുകൊണ്ട് എന്ത് ചെയ്യും, കസ്റ്റമർക്ക് കൃത്യമായൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് കുറവായിരിക്കും. അതാണ് ഈ ഒരു മോഡലിൻ്റെ ഡ്രോബാക്സ് എന്ന് പറയുന്നത്. അതായത് ഈ മോഡൽ കസ്റ്റമർക്ക് ഫ്ലെക്സിബിൾ അല്ല. അതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്. അപ്പോൾ വാട്ടർഫോൾ മോഡലിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഇൻ്റർവ്യൂകൾക്കുള്ള ഒരു മെയിൻ ക്വസ്റ്റ്യനാണ് എന്താണ് വാട്ടർഫോൾ മോഡൽ എന്നും അതിനെക്കുറിച്ച് പറയുന്നത്. SDLCയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു മോഡൽ തന്നെയാണ്. ഇപ്പോൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും ട്രഡീഷണൽ ആയിട്ടുള്ള മോഡലാണ്. പണ്ട് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മോഡലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇൻ്റർവ്യൂകൾക്ക് വളരെയധികം ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ വാട്ടർഫോൾ മോഡലിനെ കുറിച്ച് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റു SDLC മോഡലുകൾ, അതായത് V മോഡൽ, സ്പൈറൽ മോഡൽ, ഇറ്ററേറ്റീവ് മോഡൽ, അജൈൽ മോഡൽ എന്നിവയെക്കുറിച്ച് ഉള്ള വീഡിയോകൾ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.